എന്താന്ന് സിദ്ധു ആവശ്യത്തൊക്കെ പറയുന്നേ? ഇവരമ്മ പറയണേ ചൊല്ലുങ്ങമ്മ. ചിക്കൻ ഫ്രൈ കഴിച്ചാലോ? സിദ്ധു മോനെ ആഗ്രഹം പറഞ്ഞല്ലേ, അതങ്ങ് സാധിച്ചു കൊടുക്കുക. അമ്മ കറിയണേ നീ എന്തിനാ കറിയണേ? സിദ്ധു ഒരു ഡയലോഗ് അടിക്കുകയാണ്. ആ ഡയലോഗിന്റെ പുറത്ത് എല്ലാവരും കൂട്ടക്കരച്ചില്. എന്താണെന്നല്ലേ ആ ഡയലോഗ്? ഞാൻ പറയട്ടെ. സിദ്ധു പറയുകയാണ്, നമ്മുടെ ജനനവും മരണവും ഒക്കെ അപ്രതീക്ഷിതമാണല്ലോ. ഒരാള് ഒരു എന്താ പറയാ, ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതും പിന്നെ ഒരാൾ പെട്ടെന്ന് മരിക്കുന്നതൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേട്ടപാട് തന്നെ നമ്മുടെ മുത്തശ്ശി, നമ്മുടെ ഭവാനിയമ്മ മുട്ടം കരച്ചില്. ഒന്നാമത്തെ കാര്യം നമ്മുടെ അപ്പൂപ്പ മരിച്ച കാര്യം ഓർത്ത്, പിന്നെ സിദ്ധു എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ, സിദ്ധു എന്താ മരിക്കാൻ പോവുകയാണോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഭവാനിയമ്മ മുട്ടം കരച്ചില്. അപ്പൊ തന്നെ സിദ്ധു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, നമുക്കിന്ന് ചിക്കൻ ഫ്രൈ വെച്ചാലോ എന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഭവാനിയമ്മ ലച്ചുവിനോട് പറയുന്നുണ്ടേ, സിദ്ധു പോലെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ, അവൻ അങ്ങോട്ട് വെച്ച് കൊടുത്തേക്ക് എന്ന് നമ്മുടെ ലച്ചുവിനടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ലച്ചു, ആ മുമ്മേ ഞാൻ വെച്ചു കൊടുക്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ തന്നെ ആട്ടോ പറയുന്നത്. നമ്മുടെ സിദ്ധുവിന്റെ ആ ഒരു ഡയലോഗ് എല്ലാവരുടെയും നെഞ്ചത്ത് കൊണ്ടിട്ടുണ്ട്. സിദ്ധു എന്തോ ഞാനിപ്പോ മരിക്കും എന്നുള്ള രീതിയിലാണ് അത്രയും നേരം സംസാരിച്ചത്. അപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ കേശു ആണെങ്കിലും അളിയൻ എന്ത് വർത്താനാണ് ഈ പറയുന്നത് എന്നൊക്കെ ആ ടൈമിൽ പറഞ്ഞായിരുന്നേ. ലാസ്റ്റ് നമ്മുടെ സിദ്ധു മുറിയിലിരുന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴില്ലേ, നമ്മുടെ ലച്ചു ഉണ്ടല്ലോ വിതുമ്പി പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിക്കരയും കേട്ടോ. അപ്പൊ നമ്മുടെ സിദ്ധു ചോദിക്കുന്നുണ്ട്, ലച്ചു നീ എന്തിനാ കരയുന്നേ? അപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, ഞാൻ എന്റെ അമ്മൂമ്മയുടെ കരച്ചിൽ ഓർത്തിട്ടാ ഞാൻ കരഞ്ഞേ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിതുമ്പി കരഞ്ഞിട്ട് പോകും. അപ്പൊ നമ്മുടെ സിദ്ധു എല്ലാവർക്കും ഇത് എന്ത് പറ്റി, കൊള്ളാലോ ഇത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹെറംതി മലയാളി സൈനിങ് ഓഫ്.